ഡിസംബർ 7 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗാത്തോ, വിശുദ്ധ അനിയാനുസ്, വിശുദ്ധ ബൂയിത്, വിശുദ്ധ ബുർഗുണ്ടോഫാര, സൗജോണിലെ വിശുദ്ധ മാർട്ടിൻ. വിശുദ്ധ അംബ്രോസ് 340-397 കാലഘട്ടത്തിലാണ് വിശുദ്ധ അംബ്രോസ് ജീവിച്ചിരുന്നത്. ഒരു റോമൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അംബ്രോസ് ജനിച്ചത്. വളർന്നത് ട്രിയറിലാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഔറേലിയസ് അംബ്രോസിയസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആധുനിക ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും ആഫ്രിക്കയുടെ ഏതാനും ഭാഗവും ചേർന്ന ഗോൾ എന്ന് പറയുന്ന പ്രദേശത്തെ പ്രക്ടോറിയൻ പ്രീഫെക്റ്റ് ആയിരുന്നു. അമ്മ ബുദ്ധിയും ഭക്തിയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. അംബ്രോസിന്റെ സഹോദരങ്ങൾ സറ്റൈറസും മാർസെല്ലിനയുമായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ ഒരു തുള്ളി തേൻ വായിൽ അവശേഷിപ്പിച്ചുകൊണ്ട് തൊട്ടിലിൽ കിടന്നുകൊണ്ടിരുന്ന അംബ്രോസിന്റെ വായ്ക്കുള്ളിൽ ഒരു തേനീച്ചക്കൂട്ടം വന്ന് കുടിയേറുകയും മാറിപ്പോവുകയും ചെയ്തു. അത് അംബ്രോസിന്റെ മുഖത്ത് ഒന്നിച്ചു വന്ന് ഇരിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഐതിഹ്യം. അവന്റെ ഭാവി വാക്ചാതുര്യത്തിൻ്റെയും തേൻനാവിൻ്റെയും അടയാളമായി ദൈവം അവനെ തിരഞ്ഞെടുത്തതായിരിക്കുമെന്ന് പിതാവ് ആ സംഭവത്തെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് വിശുദ്ധന്റെ പ്രതീകങ്ങളിൽ തേനീച്ചകളും തേനീച്ചക്കൂടുകളും പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ ജോലി വിശുദ്ധ അംബ്രോസ് ഏറ്റെടുത്തു. റോമിൽ വിദ്യാഭ്യാസം നേടി സാഹിത്യം, നിയമം എന്നിവ പഠിച്ചു. പ്രക്ടർ അനീഷ്യസ് പ്രോബസ് അദ്ദേഹത്തിന് ആദ്യം കൗൺസിലിൽ ഇടം നൽകി. 372 അദ്ദേഹത്തെ കോൺസുലർ പ്രീഫെക്റ്റ് അല്ലെങ്കിൽ ലിഗൂറിയയുടെയും എമിലിയുടെയും ഗവർണറാക്കി. ആ സ്ഥാനം മിലാനിലുമായിരുന്നു. അതന്ന് ഇറ്റലിയിലെ രണ്ടാമത്തെ തലസ്ഥാനമായിരുന്നു. 374 മിലാനിലെ ബിഷപ്പ് ആകുന്നതുവരെ വടക്കൻ ഇറ്റലിയിലെ എമിലിയ ലിഗൂറിയയുടെ ഗവർണറായിരുന്നു വിശുദ്ധ അംബ്രോസ്. വളരെ ജനപ്രീതിയുള്ള രാഷ്ട്രീയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അംബ്രോസ് വിവാഹിതൻ അല്ലായിരുന്നു. ഗവർണറായി ചാർജ് എടുത്തതിൻ്റെ പിറ്റേ വർഷം മിലാനിൽ ഒരു മെത്രാനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. ആര്യൻ പാഷണ്ടുകളും കത്തോലിക്കരും തമ്മിൽ പുതിയ മെത്രാന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി തർക്കമുണ്ടായപ്പോൾ ആ പ്രതിസന്ധിയിൽ ഒരു ബഹളമുണ്ടാകാതിരിക്കാൻ അംബ്രോസ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പള്ളിയിലേക്ക് പോയി. അംബ്രോസ് ബിഷപ്പ് എന്ന വിളി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി. എന്നാൽ എല്ലാ ജനങ്ങളും ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾക്ക് അംബ്രോസിനെ തന്നെ മെത്രാനായി വേണം. അങ്ങനെ 374 ഡിസംബർ 7 തീയതി അംബ്രോസ് ജ്ഞാനസ്നാനവും പൗരോഹിത്യവും മെത്രാഭിഷേകവും സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ സ്വത്ത് മുഴുവനും ദരിദ്രർക്കും തിരുസഭയ്ക്കുമായി നൽകി. എല്ലാ ഞായറാഴ്ചകളിലും അംബ്രോസ് മിലാൻ കത്തീഡ്രലിൽ പ്രസംഗിച്ചിരുന്നു. നിക്കിയ സുന്നകദോസിന്റെ പ്രഖ്യാപനങ്ങളെയാണ് അംബ്രോസ് തന്റെ പ്രഭാഷണങ്ങളിൽ എടുത്തു പറഞ്ഞത്. സിസറോയെ പോലെ ഒരു വാഗ്മിയായിരുന്ന അംബ്രോസിന് ഗവൺമെന്റിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നതുകൊണ്ട് ആര്യൻ പാഷണ്ടുകളെ ചെറുത്തു നിൽക്കാൻ അംബ്രോസിന് പ്രയാസമുണ്ടായിരുന്നില്ല. ചക്രവർത്തിമാരുടെ കുറ്റങ്ങളും ബിഷപ്പ് അംബ്രോസ് വെറുതെ വിട്ടില്ല. ഔക്സെൻസിയൂസ് ചക്രവർത്തിയോടുള്ള തർക്കത്തിൽ അദ്ദേഹം പറഞ്ഞു: ചക്രവർത്തി തിരുസഭയിലെ ഒരംഗമാണ്. തിരുസഭയ്ക്ക് മേലല്ല. തെസ്ലോനിക്കയിൽ 7000 പേരുടെ വധത്തിന് കാരണമായി തീർന്ന തെയോഡോഷ്യസ് ചക്രവർത്തിയെ പരസ്യപ്രായശ്ചിത്തം ചെയ്തതിനു ശേഷമേ ദേവാലയത്തിൽ കയറാൻ അംബ്രോസ് അനുവദിച്ചിരുന്നുള്ളൂ. വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങൾ വളരെ ഉപകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അഗസ്റ്റിനെ ജ്ഞാനസ്നാനപ്പെടുത്തിയതും. അഗസ്റ്റിന്റെ ജ്ഞാനസ്നാന വേളയിൽ ആലപിക്കുന്നതിനായി അംബ്രോസ് രചിച്ച കീർത്തനമാണ് പ്രസിദ്ധമായ ദൈവമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു എന്ന ഗാനം. വിശുദ്ധ ഗ്രന്ഥം, പൗരോഹിത്യം, കന്യാത്വം മുതലായ വിഷയങ്ങളെപ്പറ്റി ഈടുറ്റ ഗ്രന്ഥങ്ങൾ വിശുദ്ധ അംബ്രോസ് രചിച്ചിട്ടുണ്ട്. പല ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അംബ്രോസിയൻ കീർത്തനങ്ങൾ പ്രാചീന കാലങ്ങളിൽ തന്നെ പ്രസിദ്ധമായിരുന്നു. മിലാനിൽ അംബ്രോസിയൻ എന്ന പേരിൽ ഒരു റീത്ത് തന്നെയുണ്ട്. അംബ്രോസിയൻ ഗാനങ്ങളാണ് അതിൻ്റെ പ്രത്യേകത. അംബ്രോസിയൻ സന്യാസ സഭയും അദ്ദേഹത്തിൻ്റെ നാമത്തിലുണ്ട്. ഒരു രാജ്യത്തെ ഗവർണർ ഭക്തനായ ഒരു മെത്രാനായി മാറുക കൃപാവരത്തിൻ്റെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല, ജാഗരിച്ച് അധ്വാനിക്കുന്നവർക്കത്രേ. വിശുദ്ധ അംബ്രോസിൻ്റെ ഏറ്റവും മനോഹരമായ വാക്യമാണിത്. നമുക്കും വിശുദ്ധ അംബ്രോസിനെ പോലെ ജാഗരൂകരായി ഉണർന്നിരുന്നുകൊണ്ട് ക്രിസ്തു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. വിശുദ്ധനായ അംബ്രോസെ, ലോകത്തെങ്ങും പോയി
ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവർക്കും മിഷണറി പ്രവർത്തനം ചെയ്യുന്നവർക്കും വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.